ശ്രീമാൻ സുചന്ദ്ര തകർത്തോളൂ. സേതു, ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു. ഇനിയിപ്പോൾ സമയം വളരെ കുറവായതുകൊണ്ട് 3-4 പത്രങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മനോരമയിൽ ഫുൾ പവർ എന്നാണ് ആദ്യത്തെ തലക്കെട്ട്. ടീം VDS ഇന്ന് അധികാരത്തിലേക്ക്. ഈ ദിവസം എങ്ങനെയാണ് തലക്കെട്ടിടുന്നതെന്ന് സംബന്ധിച്ച് പത്രങ്ങൾ തമ്മിലൊരു മത്സരമൊക്കെ നടക്കാറുണ്ടല്ലോ. അതിൽ മികച്ചു നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും പതിവ് പോലെ ഇന്നും മനോരമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 21-അംഗ പൂർണ്ണ മന്ത്രിസഭ, എല്ലാ മന്ത്രിമാരുടെയും ചിത്രങ്ങൾ, മുരളീധരൻ പ്രതിഷേധിച്ചു, വൈദ്യുതി മാറി, ആരോഗ്യമന്ത്രിയായി എന്നൊക്കെ പറയുന്നു. അതേ പേജിൽ തന്നെ താഴെ പിണറായി മാറണമെന്ന അവൈലബിൾ PB ഈ ഇലക്ഷൻ്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ്. അനുകൂല തീരുമാനം പിന്നീട് ഓൺലൈനായി ചേർന്ന പൂർണ്ണ PBയിലാണ് ഉണ്ടായത്. ഭൂരിപക്ഷം കിട്ടിയത് പിണറായിയുടേതടക്കം കേരളത്തിൽ നിന്നുള്ള 4 വോട്ടിൽ എന്നത് ശ്രദ്ധേയമാണ്. ഉള്ളിലേക്ക് പോയാൽ സകുടുംബം മന്ത്രിസഭ, എല്ലാ മന്ത്രിമാരുടെയും കുടുംബങ്ങളെക്കുറിച്ചുള്ള സചിത്ര വിവരണങ്ങളുണ്ട്. കറങ്ങി തെളിഞ്ഞു എന്നാണ് ഉള്ളിൽ മറ്റൊരു വാർത്ത. പല പേരുകളിൽ കറങ്ങി ഒടുവിൽ മന്ത്രിപ്പട്ടികയിലെത്തി. ഉറക്കച്ചടവ്, വിടും മുമ്പേ ചർച്ച, അടച്ചും തുറന്ന മുറികൾ, 5 ഉറച്ചിട്ടും ആശങ്ക, ലീഗിൻ്റെ കാര്യമാണ്, ചെറുചിരിയിൽ ചെന്നിത്തല. അങ്ങനെ ഇന്നലെ നടന്ന ഡ്രാമയെക്കുറിച്ച് വിശദമായി തൊട്ടിപ്പുറത്ത് പേഴ്സണലായിട്ട് പറയുക. മന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക്, ഓരോ മന്ത്രിമാരുടെയും അവരോട് എന്താണ് പറയാനുള്ളത്. സ്ട്രോങ് ആകണമെന്ന് സണ്ണി ജോസഫിൻ്റെ ഭാര്യ പറയുന്നു. ആരോഗ്യം നോക്കണം സോണിയ മോൻസ് ജോസഫിൻ്റെ ഭാര്യ. പൊട്ടിത്തെറിയില്ല അനിത രമേശ് ചെന്നിത്തലയുടെ ഭാര്യ. അതായത് സാധാരണ ശാന്തമായി പെരുമാറുന്നയാളാണ്, അങ്ങനെ തന്നെ തുടരണമെന്നും മറ്റും പ്രിയപ്പെട്ടവർ ഉപദേശിക്കുന്ന മറ്റൊരു പങ്ക്തിയല്ല ഒരു വാർത്ത. മാതൃഭൂമിയിലെ 1-ാം പേജിൽ VD ലാൻഡ് എന്നാണ് പ്രശസ്തമായിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ടല്ലോ, അതുമായിട്ട് സാമ്യമുള്ള VD ലാൻഡ്. ഒരു റൈഡിൽ ഈ മന്ത്രിമാർ VD സതീശൻ്റെ നേതൃത്വത്തിൽ പാഞ്ഞു വരുന്ന ഒരു ഗ്രാഫിക്സ് ചിത്രമാണ് മുന്നിലുള്ളത്. 6-7 പേജുകൾ ഒന്നിച്ചു ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തുടങ്ങാം ഇനി നയിക്കാം ഇവർ. ഇതും ഇതേപോലെ മനോരമ ചെയ്തതുപോലെ തന്നെ കുടുംബ ചിത്രങ്ങളാണ്, എല്ലാ മന്ത്രിമാരുടെയും കുടുംബ ചിത്രങ്ങളാണ് മാതൃഭൂമിയിൽ കൊടുത്തിരിക്കുന്നത്. 8-ാമത്തെ പേജിലൊരു വാർത്ത. വേണുവിൻ്റെ ടീമിന് സതീശൻ്റെ ക്യാപ്റ്റൻസി എന്നാണ്. നിയമസഭാ കക്ഷിയിലെ ബലാബലം മന്ത്രിസഭയിലും പ്രതിഫലിച്ചു. 64 കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ, 64-അംഗ കക്ഷിയിൽ 47 പേരുടെ പിന്തുണ നേടിയ KC വേണുഗോപാലിൻ്റെ പക്ഷത്തു നിന്നാണ് മന്ത്രിമാരിലേറെയും. കോൺഗ്രസിൻ്റെ 11 മന്ത്രിമാരിൽ 8 പേരും വേണുഗോപാൽ പക്ഷമാണ് എന്ന് പറയുന്നു. വീക്ഷണം ഇന്ന് ആഘോഷിച്ചിരിക്കുകയാണ്. 1-ാമത്തെ പേജിൽ തന്നെ ഒരു പരസ്യമാണ്. കേരളത്തിൻ്റെ പടനായകൻ അഭിവാദ്യങ്ങൾ, VD സതീശൻ്റെ പരസ്യം. ഉള്ളിൽ ഇന്ന് പിറക്കും പുതുപുലരി എന്ന് പറയുന്നു. ചരിത്രമെഴുതി VD സതീശൻ എന്ന് തുടങ്ങി ആ വാർത്ത അങ്ങനെ നീളുന്നു. വീക്ഷണത്തിൻ്റെ 7-ാം പേജിൽ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സത്യപ്രതിജ്ഞാവേദി പങ്കിടുന്നതിൽ വിചിത്ര നിർദ്ദേശവുമായി ലോക് ഭവൻ. കഴിഞ്ഞ ദിവസം വന്നാണിത്. VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദി പങ്കിടുന്നതിൽ വിചിത്ര നിർദ്ദേശമുണ്ട്. സത്യപ്രതിജ്ഞാവേദിയിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാത്രമേ പാടുള്ളൂ എന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം കൊടുത്തു. എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും 3 മുഖ്യമന്ത്രിമാരും ഒക്കെ വരുന്നവരടക്കം എവിടെ ഇരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന മറ്റ് സത്യപ്രതിജ്ഞകളിൽ, അതിൽ അസമാണെങ്കിലും അതേപോലെ പശ്ചിമ ബംഗാളാണെങ്കിലും ഒപ്പം തമിഴ്നാടാണെങ്കിലും ചീഫ് ഗസ്റ്റുകളും പ്രധാനപ്പെട്ടവരും ഒക്കെ വേദിയിലുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രം വ്യത്യസ്തമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും വേദിക്ക് പുറത്താണ് അവർക്ക് തൽക്കാലം കസേരകൾ ഒരുക്കുന്നതെന്നാണ് അറിയുന്നത്. ചന്ദ്രികയിലേക്ക് വന്നാൽ വലിയ ഗ്രാഫിക്സ്, വീക്ഷണത്തെക്കാളിൽ ഗംഭീരമായി ലേഔട്ട് ചെയ്തിരിക്കുന്നത് ചന്ദ്രികയാണെന്ന് തോന്നുന്നു. മാസ് എൻട്രി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയിൽ എല്ലാ മന്ത്രിമാരും കൂടി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് ഓടിച്ചു കയറുന്ന ഒരു ചിത്രമാണ്. ചന്ദ്രികയുടെ ഉള്ളിലേക്ക് വന്നാൽ ടീം UDF റെഡി, ഇന്ന് അധികാരത്തിൽ എന്ന് പറയുന്നു. 5-ാമത്തെ പേജിൽ കരുത്തോടെ പുതുമോടിയിൽ മുസ്ലിം ലീഗ് മന്ത്രിമാരെക്കുറിച്ചാണ്. ചരിത്രം തൂക്കിയ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടിയെ. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, V അബ്ദുൽ ഗഫൂർ 3 മന്ത്രിമാരുടെയും വിവരണങ്ങളോടെ ഒരു വാർത്ത അതിനൊപ്പമുണ്ട്. ഇന്ന് പിറക്കും പുതുയുഗം എന്ന് പറയുന്നത്. പുതുയുഗ യാത്രയെന്നായിരുന്നല്ലോ ആ യാത്രയുടെ പേര്. മാധ്യമത്തിലേക്ക് വന്നാൽ ഗെറ്റ് സെറ്റ് ഗോ. ഇനി UDF സർക്കാർ. മറ്റൊരു പത്രവും ഇന്ന് ഗെറ്റ് സെറ്റ് ഗോ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് സിറാജ് ആണെന്ന് തോന്നുന്നു. ഇനി UDF സർക്കാർ എന്ന് തുടങ്ങുന്നു. ഇന്നത്തെ മാധ്യമത്തിലെ പ്രധാന പേജ്. ദേശാഭിമാനിയുടെ മുൻ പേജിൽ തന്നെ മന്ത്രിസഭയിലും പിടിമുറുക്കി വേണുഗോപാൽ പക്ഷമെന്നാണ്. കോൺഗ്രസ് 12, മുസ്ലിം ലീഗ് 5. ഷാനിമോൾ അതൃപ്തി, ചാണ്ടിയുമ്മനും ബൽറാമും കുഴൽനാടനും പുറത്ത്, 4 ജില്ലകളിൽ മന്ത്രിമാരില്ല എന്ന് തുടങ്ങി ഈ മന്ത്രിസഭാ രൂപീകരണത്തിലെ കുറ്റങ്ങൾ തിരഞ്ഞുപിടിച്ച് ദേശാഭിമാനി വാർത്തയാക്കുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് വേലി തന്നെ പ്രതി ചോർത്തിയത് NTA എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ പ്രധാന വാർത്ത. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനകൾ. കഴിഞ്ഞ ദിവസം മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കഴിഞ്ഞ
ദിവസം ഉണ്ടായ ചില പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ CPIM പറയുന്നു, ജാഗ്രത പാലിക്കുക. ഉരുളൊഴുക്കുകൾക്കും മീതെ പാലു കാച്ചി മുണ്ടക്കൈ എന്ന മറ്റൊരു വാർത്ത ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. ഇത് പ്രാധാന്യത്തോടെ തൊട്ടു മുമ്പെടുത്ത മാധ്യമത്തിലും കണ്ടിരുന്നു. പൊട്ടിയൊഴുകിയ ഉരുളിന് മുകളിൽ നങ്കൂരമിട്ട മനുഷ്യസ്നേഹം വെണ്മയോടെ തിളച്ചു പൊങ്ങി. ടൗൺഷിപ്പിലെ ആദ്യത്തെ വീട് കൈമാറി അവിടെ പാല് കാച്ചിയ വാർത്തയാണ്. ജനയുഗത്തിൽ KC കൈയടക്കിയെന്നാണ്. ജന്മഭൂമിയിൽ അതൃപ്തി അമർഷം എന്നാണ്. അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പത്രങ്ങൾ മാത്രം നോക്കാനുള്ള സമയമേ, അല്ലെങ്കിൽ മാതൃഭൂമി മനോരമയും കൂടി അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ കിട്ടിയുള്ളൂ. പ്രധാനപ്പെട്ട എല്ലാവരും കാത്തിരിക്കുന്നത് ഈ വാർത്തയിലേക്ക് തന്നെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. സേതു.